ബീഹാറിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ബി.ജെ.പി. കൊടി, കഴുത്തിൽ ബി.ജെ.പിയുടെ പതാകയുടെ മാലയും തൂക്കിയിട്ടുണ്ട്. വിഷയത്തിൽ വിമർശനവുമായി ആർ.ജെ.ഡി. രംഗത്തെത്തി. ബി.ജെ.പി. ഇന്ത്യയുടെ ഐക്യത്തെയും പരമാധികാരത്തെയും എതിർക്കുന്നുവെന്ന് ആർ.ജെ.ഡി. വിമർശനമുന്നയിച്ചു. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, ഇതെന്താണ് ശരിക്കും സംഭവം? അജയ്, ബീഹാറിലെ മുസാഫിർപൂരിലെ മീനാപൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ബി.ജെ.പി. കൊടിയും തൊപ്പിയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ മാലയും അണിയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ആർ.ജെ.ഡിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വലിയ വിമർശനമാണ് ആർ.ജെ.ഡി. ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. ഇന്ത്യയുടെ ഐക്യത്തിനും അതുപോലെ തന്നെ അഖണ്ഡതയ്ക്കും എതിരായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അതുപോലെ ഭാരതീയ പ്രതീകങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്നുള്ള വിമർശനത്തോടു കൂടിയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ഇത്തരം ബി.ജെ.പി. കൊടിയും തൊപ്പിയും അതോടൊപ്പം തന്നെ മാലയും ചാർത്തിയിരിക്കുന്നത് വലിയ വിവാദമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ റാലികളൊക്കെയും ഈ നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് മഹാത്മാഗാന്ധിയെ അവഹേളിക്കുന്ന രീതിയിലേക്ക് അതായത് ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയുടെ പിതാവിനെയാണ് ഇത്തരത്തിൽ അപമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് തലത്തിലുള്ള ഒരു വിശദീകരണമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അജയ്, ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ബീഹാർ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ ആർ.ജെ.ഡി. വലിയ രാഷ്ട്രീയ വിവാദമാക്കാൻ ഒരുങ്ങുകയാണ്. അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ബി.ജെ.പി. രാജ്യത്തിന്റെ പ്രതീകങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടാണ് ബി.ജെ.പി. പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള വലിയ വിമർശനമാണ് ആർ.ജെ.ഡി. ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് രാഷ്ട്രീയ വിവാദം മഹാത്മാഗാന്ധിയുടെ പേരിൽ അംബേദ്കറിന്റെ പേരിലും ഒക്കെ രാഷ്ട്രീയ വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബീഹാറിലെ സാധാരണ ജനങ്ങളെയും പ്രത്യേകിച്ച് ഈ SC ST വിഭാഗങ്ങളെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ബി.ജെ.പി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അജി, ശരി. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്, ഡൽഹിയിൽ.